ഹലോ കൂട്ടുകാരെ, ചിൽഡ്രൻസ് വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കാക്കകളുടെയും മൂങ്ങകളുടെയും കഥ കേട്ടാലോ. ഒരിക്കലൊരു കാട്ടിൽ കുറേ കാക്കകളും മൂങ്ങകളും താമസിച്ചിരുന്നു. കാടിന് നടുക്കുള്ള ഒരു ആൽമരത്തിലാണ് കാക്കകളുടെ രാജാവായ കരിവർണനും കാക്കപ്പടയും താമസിച്ചിരുന്നത്. ആൽമരത്തിനടുത്തുള്ള ഒരു പർവ്വത ഗുഹയിലാണ് മൂങ്ങകളുടെ രാജാവായ അരിമർദ്ദനൻ മൂങ്ങപ്പടയോടൊത്ത് താമസിച്ചിരുന്നത്. കാക്കകളെ എവിടെ വെച്ച് കണ്ടാലും മൂങ്ങരാജാവും കൂട്ടുകാരും അവരെ ആക്രമിക്കുമായിരുന്നു. അങ്ങനെയിരിക്കെ മൂങ്ങരാജാവിൻ്റെയും കൂട്ടുകാരുടെയും ഉപദ്രവം കൂടി വന്നു. സഹിക്കാൻ വയ്യാതെ ആയപ്പോൾ കാക്കരാജാവ് മന്ത്രിമാരെയും പ്രജകളെയും വിളിച്ച് എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചു. കരിവർണൻ കാക്കരാജാവ് പറഞ്ഞു, മൂങ്ങകൾ നമ്മുടെ പ്രജകളെ കൊന്നൊടുക്കുകയാണ്. നമുക്ക് കണ്ണു കാണാത്ത രാത്രി നേരങ്ങളിലാണ് അവരുടെ ആക്രമണം. പകൽ സമയത്ത് അവരുടെ ഗുഹയിൽ കിടന്ന് പകരം വീട്ടണോ അതോ സന്ധി വേണോ? നിങ്ങൾ പറയൂ, എന്താണ് ചെയ്യേണ്ടത്? ഒരു കാക്കമന്ത്രി പറഞ്ഞു, സന്ധിയാണ് നല്ലത്. ശക്തനായ ശത്രുവിനോട് പൊരുതുന്നത് വിഡ്ഢിത്തമാണ്. അപ്പോൾ മറ്റൊരു കാക്ക പറഞ്ഞു, ക്രൂരനായ ശത്രുവിനോട് സന്ധിയോ? നമുക്ക് അവരെ പൊരുതി തോൽപ്പിക്കണം. വേറെ ഒരു കാക്ക പറഞ്ഞു, ദുഷ്ടനും മര്യാദ ഇല്ലാത്തവനുമായ ശത്രുവിനോട് സന്ധിയും സമരവും നന്നല്ല, ഒഴിഞ്ഞു പോകുകയാണ് ബുദ്ധി. അടുത്ത കാക്ക പറഞ്ഞു, സമർത്ഥരായ മറ്റു പക്ഷികളുമായി കൂട്ടുചേരണമെന്നാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ കാക്കകൾ പലരും പല അഭിപ്രായങ്ങൾ പറഞ്ഞു. ഒടുവിൽ കാക്കരാജാവായ കരിവർണൻ തങ്ങളിൽ ഏറ്റവും പ്രായമായ ഉപദേശി കാക്കയോട് ചോദിച്ചു, അങ്ങയുടെ അഭിപ്രായം എന്താണ്? ഉപദേശി കാക്ക പറഞ്ഞു, ഇവിടെ നമ്മൾ കപടതന്ത്രം പ്രയോഗിക്കണം പ്രഭോ. അങ്ങ് അത്യന്തം കോപം നടിച്ച് എന്നെ ആക്രമിക്കണം. കാക്കരാജാവ് പറഞ്ഞു, എന്താണ് പറയുന്നത്? ഞാൻ അങ്ങയെ ആക്രമിക്കാനോ? ഉപദേശിക്കാക്ക പറഞ്ഞു, പ്രഭോ, അങ്ങ് അങ്ങോട്ടൊന്ന് നോക്കൂ. അവിടെ മറിഞ്ഞിരിക്കുന്ന നമ്മുടെ സുഹൃത്തിന് വേണ്ടിയാണ് ഈ നാടകം. നമ്മൾ തമ്മിൽ തെറ്റിയെന്ന് അവൻ ധരിക്കട്ടെ. എന്നെ കൊത്തി ഉപദ്രവിച്ച് തട്ടി താഴെയിടണം. അതിനുശേഷം എല്ലാ പ്രജകളെയും കൂട്ടി ഋഷ്യമൂക പർവ്വതത്തിലേക്ക് പോകണം. കാക്കരാജാവ് ചോദിച്ചു, അപ്പോൾ അങ്ങ് എന്തു ചെയ്യും? ഉപദേശിക്കാക്ക പറഞ്ഞു, ഞാൻ ശത്രുക്കളുടെ കൂടെ കൂടി അവരുടെ വിശ്വാസം ആർജിച്ച് അവരുടെ നാശത്തിനുള്ള വഴിയൊരുക്കാം. അങ്ങനെ കാക്കരാജാവ് ഉപദേശിക്കാക്കയെ മരക്കൊമ്പിൽ നിന്നും കൊത്തി തള്ളി താഴെയിട്ടു. ഈ കാഴ്ചയൊക്കെ മറ്റൊരു മരത്തിലിരുന്ന് ചാരൻ മൂങ്ങ രഹസ്യമായി നോക്കിക്കാണുന്നുണ്ടായിരുന്നു. വൈകാതെ ചാരൻ മൂങ്ങ മൂങ്ങരാജാവിൻ്റെ അടുത്തെത്തി പറഞ്ഞു, പ്രഭോ, കാക്കക്കൂട്ടം തമ്മിൽ അടികൂടുകയാണ്. അവർ ഉപദേശിക്കാക്കയെ പുറന്തള്ളിയിരിക്കുന്നു. മൂങ്ങരാജാവ് പറഞ്ഞു, ശത്രു ഭിന്നിച്ചിരിക്കുന്നു. ആഹാ, ഇതുതന്നെ ആക്രമണത്തിന് പറ്റിയ സമയം. വരൂ കൂട്ടുകാരെ, നമുക്കവരെ ആക്രമിക്കാം. അങ്ങനെ മൂങ്ങരാജാവും കൂട്ടുകാരും കാക്കകൾ താമസിക്കുന്ന ആൽമരത്തിലേക്ക് അവരെ ആക്രമിക്കാനായി പോയി. ആൽമരത്തിലെത്തിയ മൂങ്ങരാജാവും കൂട്ടുകാരും ഒറ്റ കാക്കയെപ്പോലും അവിടെ കണ്ടില്ല. അവർ പറഞ്ഞു, വീരുകൾ പേടിച്ചോടി. ഇതും പറഞ്ഞ് അത്യധികം സന്തോഷിക്കാൻ തുടങ്ങി. താഴെ ഇരുന്ന് ഈ ബഹളമൊക്കെ ഉപദേശിക്കാക്ക വീക്ഷിക്കുന്നുണ്ടായിരുന്നു. ഉപദേശിക്കാക്ക മനസ്സിൽ പറഞ്ഞു, എൻ്റെ പദ്ധതിയുടെ ആദ്യ ഭാഗം വിജയമായി. ഇനിയത്തെ ഭാഗം അപകടം പിടിച്ചതാണ്. പക്ഷേ പിന്തിരിയുന്ന പ്രശ്നമില്ല. അടുത്ത ഭാഗം തുടങ്ങാൻ സമയമായി. എന്നിട്ട് അവിടെ ഇരുന്ന് കരയാൻ തുടങ്ങി. കരച്ചിൽ കേട്ട് മൂങ്ങകൾ നോക്കിയപ്പോൾ ഉപദേശിക്കാക്കയെ കണ്ടു. കാക്കയുടെ അടുത്തേക്ക് അവർ വന്നു. മൂങ്ങകളോട് ഉപദേശിക്കാക്ക പറഞ്ഞു, കരിവർണൻ്റെ ഉപദേശിക്കാക്കയാണ് ഞാൻ. എൻ്റെ ദയനീയ സ്ഥിതിയെക്കുറിച്ച് നിങ്ങളുടെ രാജാവിനെ അറിയിക്കൂ. അദ്ദേഹത്തിനോട് എനിക്ക് പലതും പറയാനുണ്ട്. ഇത് കേട്ട് ഒരു മൂങ്ങ പോയി മൂങ്ങരാജാവിനെ വിളിച്ചുകൊണ്ടുവന്നു. ഉപദേശിക്കാക്കയുടെ മുറിവേറ്റ ശരീരം കണ്ട് മൂങ്ങരാജാവ് ആകെ അമ്പരന്നു. ഉപദേശിക്കാക്ക മൂങ്ങരാജാവിനോട് പറഞ്ഞു, സതുപദേശം കൊടുക്കുന്നതിന് എനിക്ക് കിട്ടിയ പ്രതിഫലമാണ് പ്രഭോ. ബലവാനായ അങ്ങയുടെ അടിമയായി ജീവൻ രക്ഷിക്കാൻ ഞാൻ കരിവർണനെ ഉപദേശിച്ചു. അതിനയാൾ എന്നെ കൊത്തിപ്പറിച്ചു ഈ നിലയിലാക്കി. ഇനിമേൽ ഞാൻ കാക്കകളുടെ സർവനാശത്തിനായി പ്രവർത്തിക്കാം. ഇതാ ഞാൻ അങ്ങയിൽ അഭയം പ്രാപിക്കുന്നു. മൂങ്ങരാജാവ് പറഞ്ഞു, ഞാൻ ഇതെൻ്റെ ഉപദേശകരുമായി സംസാരിക്കട്ടെ, എന്നിട്ട് പറയാം.
മൂങ്ങരാജാവ് തൻ്റെ മുത്തച്ഛൻ്റെ കാലം മുതൽക്കേയുള്ള ഉപദേശകരായ രക്താക്ഷൻ, ക്രാരാക്ഷൻ, ദീപ്താക്ഷൻ, വക്രനാസൻ എന്നിവരെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ശത്രുവിൻ്റെ ഉപദേശകൻ അഭയം ചോദിക്കുന്നു, നാം എന്തു ചെയ്യണം? രക്താക്ഷൻ മന്ത്രി പറഞ്ഞു, എന്തായാലും അവൻ കാക്കിയല്ലേ പ്രഭു, ഉടൻ തട്ടുക തന്നെ ചെയ്യാം. പക്ഷേ മറ്റു 3 പേരും അതിനോട് യോജിച്ചില്ല. അവർ പറഞ്ഞു, അവന് നമ്മൾ അഭയം നൽകണം. ശരണം പ്രാപിച്ചവനെ കൊല്ലുന്നത് തെറ്റാണ്. കാക്കകളുമായുള്ള യുദ്ധത്തിൽ ഇവൻ നമുക്ക് ഉപകരിക്കും. രക്താക്ഷൻ പിന്നെയും പറഞ്ഞു, ഇവർ പറയുന്നത് കേൾക്കരുത് പ്രഭോ, ഇവനെ കൊല്ലാതെ വിടുന്നത് നമുക്ക് നല്ലതിനല്ല. ഇതെല്ലാം കേട്ട് മൂങ്ങരാജാവ് പറഞ്ഞു, കാക്കയ്ക്ക് നാം നമ്മുടെ കോട്ടയിൽ അഭയം നൽകാൻ തീരുമാനിച്ചു. ഇത് കേട്ടതും മറ്റു മൂങ്ങകൾ ഉപദേശിക്കാക്കയെ പൊക്കിയെടുത്ത് തങ്ങളുടെ കോട്ടയിലേക്ക് പറന്നു. ഉപദേശിക്കാക്ക മനസ്സിലോർത്തു, രക്താക്ഷനെ ഒഴികെ എല്ലാവരെയും ഞാൻ പറ്റിച്ചു. ആ ബുദ്ധിശാലിക്ക് മാത്രം കാര്യം പിടികിട്ടി. അങ്ങനെ ഉപദേശിക്കാക്ക മൂങ്ങകളുടെ കോട്ടയിലെത്തി. മൂങ്ങരാജാവ് പറഞ്ഞു, ഇതാണ് ഞങ്ങളുടെ കോട്ട. അങ്ങേക്ക് ഇവിടെ സുഖമായി കഴിയാം. ആരെവിടെ? നമ്മുടെ അതിഥിക്ക് വേണ്ടതെല്ലാം നൽകുക, ഒരു കുറവും ഉണ്ടാകരുത്. ഉപദേശിക്കാക്ക മനസ്സിലോർത്തു, കോട്ടയുടെ നടുവിൽ പാർത്താൽ എൻ്റെ കാര്യം നടക്കില്ല. അതുകൊണ്ട് എന്തെങ്കിലും സൂത്രം പ്രയോഗിക്കണം. എന്നിട്ട് മൂങ്ങരാജാവിനോട് പറഞ്ഞു, ഞാൻ അങ്ങയുടെ ശത്രുവർഗത്തിൽപ്പെട്ടവനാകിയാൽ ഈ കോട്ടയിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. ആയതിനാൽ കോട്ടവാതിൽക്കൽ ഇത്തിരി സ്ഥലം കിട്ടിയാൽ മാത്രം മതി. മൂങ്ങരാജാവ് പറഞ്ഞു, അങ്ങേക്ക് അതാണ് സന്തോഷമെങ്കിൽ അങ്ങനെ ആകട്ടെ. ഉപദേശിക്കാക്ക ഓർത്തു, എൻ്റെ പദ്ധതിയുടെ 2ാം ഭാഗവും വിജയിച്ചു. ഇവിടെയാകുമ്പോൾ ഇഷ്ടം പോലെ വരികയും പോവുകയും ചെയ്യാം. ഉപദേശിക്കാക്ക കോട്ടവാതിൽക്കൽ താമസം തുടങ്ങി. സുഖജീവിതവും രാജകീയ ഭക്ഷണവും. രക്താക്ഷൻ മന്ത്രി മാത്രം ശത്രുത തുടർന്നു. രക്താക്ഷൻ പിന്നെയും മൂങ്ങരാജാവിനെ കണ്ടു പറഞ്ഞു, ഈ കള്ളക്കാക്കയുടെ കഥ കഴിക്കണം പ്രഭോ. ഇവൻ നമ്മളെ വിഡ്ഢികളാക്കുകയാണ്. നമ്മുടെ ചിലവിൽ തടിച്ചു കൊഴുത്തുകൊണ്ട് അവൻ നമ്മുടെ വംശത്തിനെതിരെ തന്ത്രം മെനയുകയാണ്. മൂങ്ങരാജാവ് ഇതൊന്നും കേൾക്കാത്ത ഭാവത്തിലിരുന്നു. ഇനി ഇവിടെ നിൽക്കുന്നത് പന്തിയല്ല എന്ന് രക്താക്ഷന് മനസ്സിലായി. എന്നിട്ട് തൻ്റെ അനുയായികളെയെല്ലാം വിളിച്ച് അവരോട് പറഞ്ഞു, അവസാനം അടുക്കാറായി. രാജാവിനെ ഇനി ഗുണദോഷിച്ചിട്ട് കാര്യമില്ല. നമുക്ക് സ്വയം രക്ഷ തേടി പോയേ പറ്റൂ. ഇനി ഇവിടെ നിന്നാൽ ദുഃഖിക്കേണ്ടി വരും. അതിനാൽ നമുക്ക് വേറെ വല്ല കോട്ടയിലും പോയി താമസിക്കാം. അങ്ങനെ രക്താക്ഷനും അനുയായികളും അവിടെ നിന്ന് പറന്നുപോയി. ഇതെല്ലാം നിരീക്ഷിച്ചുകൊണ്ട് ഉപദേശിക്കാക്ക അവിടെ ഉണ്ടായിരുന്നു. രക്താക്ഷൻ പോയത് നന്നായി. ബാക്കിയുള്ളവരെല്ലാം പമ്പര വെഡ്ഡികളാണ്. ഉപദേശിക്കാക്ക മനസ്സിലോർത്തു ചിരിച്ചു. പിന്നീട് ഉപദേശിക്കാക്ക മൂങ്ങരാജാവിനോട് പറഞ്ഞു, പ്രഭോ, ഞാനൊരു കൂട് പണിയുകയാണ്. അങ്ങേക്ക് വിരോധമില്ലല്ലോ? മൂങ്ങരാജാവ് പറഞ്ഞു, അതിനെന്താ, പണിതുകൊള്ളൂ. സഹായം വല്ലതും വേണമെങ്കിൽ പറയണേ, ഞങ്ങൾ ചെയ്തു തരാം. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഉപദേശിക്കാക്ക ദിവസം തോറും ഓരോ വിറക് കഷ്ണം കാട്ടിൽ നിന്ന് എടുത്തു കൊണ്ടുവന്ന് കോട്ടവാതിൽക്കൽ ഇട്ടുകൊണ്ടിരുന്നു. താമസിയാതെ കോട്ടവാതിൽക്കൽ വലിയൊരു വിറകുകൂമ്പാരമായി. കൂട് പണിയാൻ ഇത്രയധികം വിറക് എന്തിനെന്ന് ഒരു മൂങ്ങ പോലും സംശയിച്ചില്ല. അങ്ങനെ ഒരു ദിവസം മൂങ്ങകൾ ഉറക്കത്തിലാണ്ടിരുന്ന ഒരു പ്രഭാതത്തിൽ ഉപദേശിക്കാക്ക ആരും അറിയാതെ കോട്ട വിട്ടു. എന്നിട്ട് കരിവർണൻ്റെയും കാക്കക്കൂട്ടങ്ങളുടെയും അടുത്തേക്ക് പോയി. കരിവർണൻ രാജാവ് ഉപദേശിക്കാക്കയെ കണ്ടതും വിശേഷങ്ങൾ ചോദിക്കാൻ തുടങ്ങി. എത്ര നാളായി അങ്ങയെ കണ്ടിട്ട്? വർത്തമാനങ്ങളൊക്കെ പറയൂ. ഉപദേശിക്കാക്ക പറഞ്ഞു, അതൊക്കെ പിന്നീട് ഞാൻ വിശദമായി പറയാം. ഇപ്പോൾ നമുക്ക് ഒരു ജോലിയുണ്ട്. എല്ലാവരും എൻ്റെ കൂടെ കത്തുന്ന വിറകുമേന്തി വേഗം വരൂ. അങ്ങനെ കാക്കപ്പട തീക്കൊള്ളികളും കൊണ്ട് ഉപദേശിക്കാക്കയുടെ പിന്നാലെ പോയി. കോട്ടവാതിലെത്തിയതും ഉപദേശിക്കാക്ക പറഞ്ഞു, അതാണ് മൂങ്ങകളുടെ കോട്ട. താഴെ കാണുന്ന വിറകു കൂമ്പാരത്തിലേക്ക് നിങ്ങളുടെ തീക്കൊള്ളികൾ ഇടൂ. അവരെല്ലാവരും ഉപദേശിക്കാക്ക പറഞ്ഞതുപോലെ ചെയ്തു. വിറകു കൂമ്പാരത്തിന് തീ പിടിച്ചു. വൈകാതെ മൂങ്ങകൾ തീയിൽപ്പെട്ടു. പകൽ കണ്ണു കാണാത്തതിനാൽ
മൂങ്ങകൾക്ക് പുറത്തു കടക്കാനായില്ല. മൂങ്ങരാജാവ് പറഞ്ഞു, ആ കള്ളക്കാക്ക നമ്മളെ പറ്റിച്ചു. വിശ്വസ്തനായ രക്താക്ഷൻ മന്ത്രിയുടെ വാക്ക് ഞാൻ ചെവി കൊള്ളേണ്ടതായിരുന്നു. ഇനി നമുക്ക് രക്ഷയില്ല. അങ്ങനെ തീയിൽ കരിഞ്ഞും ശ്വാസം മുട്ടിയും മൂങ്ങകൾ ഒന്നോടെ ചത്തൊടുങ്ങി. ശക്തരെങ്കിലും അല്പബുദ്ധികളായ ശത്രുക്കളെ തുടച്ചു നീക്കി കാക്കകൾ സസുഖം ആ കാട്ടിൽ ജീവിച്ചു.